Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats on a string. You don't understand the pain it brings. Hello guys, so welcome back to Cuddle Cloud. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു അവിയല് പരുവത്തിലുള്ളൊരു വീഡിയോ ആണ്. അതായത് റാൻഡം ഡേയ്സ് ഓഫ് മൈ ലൈഫ്. അല്ല, ഈ ഒരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളൊരു ഐപാഡ് എടുത്തു. ഞാനാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ആകെ കുറച്ച് മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു വേറെ ദിവസത്തെ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആക്കാം. അങ്ങനെ ഓരോ ദിവസത്തെ അവിടത്തെയും ഇവിടത്തെയും ക്ലിപ്സ് ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് അങ്ങനെ തലയും വാലും ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഐ റിയലി ഹോപ്പ് യു ഗൈസ് വിൽ ലവ് ഇറ്റ്. കാര്യമായിട്ടൊരു ഇൻട്രോ ഒക്കെ എടുത്തതാണ്. പക്ഷേ എൻ്റെ മൈക്ക് ആദ്യം ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്നുള്ള ഡിസിഷനാണ്. ഒരു ഐപാഡ് എടുക്കാൻ പോവാണ്. ഇതൊക്കെ തന്നെയാണ് ഒരു ശുഭാപ്തി വിശ്വാസം. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഓക്സിജനിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഐപാഡ് A16 ആണ് ഞാൻ നോക്കുന്നത്. എയറും കാര്യങ്ങളും ഒന്നും നമുക്ക് ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള മോഡൽ. സോ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ 128 GB ആണ് നോക്കുന്നത്. മെയിൻലി എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പർപ്പസ്, ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ 256 GB വൈഫൈ പ്ലസ് സെല്ലുലാറൊക്കെയാണ് ഉള്ളത്. എനിക്കങ്ങനെ വൈഫൈ പ്ലസ് സെല്ലുലാറിൻ്റെ ആവശ്യമൊന്നുമില്ല. ബേസിക്കായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എഡിറ്റിംഗ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് വൈഫൈ മാത്രം മതി. സോ ബേസിക്കലി ഇവിടെ ആ സാധനം ഇല്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഓക്സിജൻ ടു ഓക്സിജൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ആ മലപ്പുറത്തുനിന്ന് 2 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറയാമെന്നൊക്കെ. പക്ഷേ എൻ്റെ മൈൻഡ് ഫിക്സ്ഡ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം വേണമെന്നൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ വേണം. എന്ത് വന്നാലും അപ്പം തന്നെ വേണം. സോ എന്താ പറയുക, ഇപ്പം തന്നെ എനിക്ക് ആ സാധനം വേണമെന്നൊരാഗ്രഹം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മൈജിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈജിയിൽ ഉണ്ടെന്നാണ് പറയണത്. 128 GB സ്റ്റാർലൈറ്റ് കളർ വൈഫൈ, ഈ 3 സാധനവും ഒത്തു വന്നിട്ടുണ്ട്. സോ ആക്ച്വലി സ്പീക്കിംഗ് ഞാനിത് എടുക്കാൻ വേണ്ടി വരണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വന്ന് നോക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഐ തിങ്ക് ഞാനിപ്പോൾ എടുക്കും തോന്നുന്നു. ലെറ്റ്സ് സീ. സോ സക്സസ്ഫുള്ളി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ മൈജിയിലോട്ട് പോവാണ്. സോ നമ്മൾ മൈജിയിലെത്തി ആൻഡ് നമ്മളിപ്പോൾ ഐപാഡ് എടുക്കാൻ പോവുകയാണല്ലോ. പേയ്മെന്റിന് വല്ല റിഡക്ഷൻ വല്ലതും ഉണ്ടോ? കറന്റ് ഇല്ല. അഡീഷണൽ മൈജിയുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഓക്കെ. സോ ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി മൈജിയിലെത്തി. ഇവിടെ സംഭവമില്ല, അവർ വേറെ അവിടെ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെറുതെ നോക്കിയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാതെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇപ്പം എടുക്കാൻ പോണു. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്റെയാ എല്ലാം നല്ലത്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാരജീവി. അതെ, എല്ലാം നല്ലതിന്. എനിക്കാണെങ്കിൽ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരിക്കാനാണെങ്കിൽ ഒരു ചമ്മൽ നടക്കേണ്ടി നോക്കി. ഓക്കെ, നമുക്കപ്പോൾ സാധനം വന്നിട്ട് നോക്കാം. ഓക്കെ,
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഞാൻ ഒരു ഐപാഡ് എടുക്കുന്നോ അല്ലെങ്കിൽ ഒരു ഐപാഡ് എൻ്റെ കയ്യിലിരിക്കുന്നോ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം ഒന്നാമത് ഐപാഡ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് മുതലേ നമ്മുടെ മനസ്സിൽ ഭയങ്കര പ്രൈസാണ്. ഐപാഡൊക്കെ എന്താ പറയുക, ശരിക്കും ആവശ്യമുള്ള ആൾക്കാർക്കോ ആർട്ടിസ്റ്റുമാരോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആവശ്യമുള്ളൂ, നമ്മളൊന്നും അതൊന്നും അല്ലല്ലോ എന്നുള്ളൊരു ഒരു വിചാരമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഐപാഡ് എടുക്കുന്നോ അല്ലെങ്കിൽ എനിക്ക് ഐപാഡ് ആവശ്യമുണ്ടെന്നോ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ദേടാ എൻ്റെ കയ്യിലൊരു ഐപാഡ്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം എന്താണെന്നറിയോ, അവിടുത്തെ ആൾ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചാനൽ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ട് കടൽക്കുളവിടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളുടെ ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഫോൺസിലോ എനിക്ക് തോന്നുന്നു ഐഫോണിലുണ്ട്, പുതിയ ഫോൺസിലും ഉണ്ട് തോന്നുന്നു. നമ്മൾ പണ്ട് ഇങ്ങനെ മില്യൺ 1M 2M എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണല്ലോ കാണിക്കുക. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അത് 10 lakh 20 lakh എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എഴുതി കാണിക്കാറുള്ളത്. അപ്പോൾ ആളുടെ ഫോണിൽ എടുത്തു കഴിഞ്ഞപ്പോൾ 10 lakh എന്തായിരുന്നു എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കഷ്ടപ്പെട്ട് മില്യൺ അടിക്കുക എന്നുള്ള സ്വപ്നത്തോടെയാണല്ലോ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പെട്ടെന്ന് അത് ലാക്ക് എന്ന് പറഞ്ഞ് കാണുമ്പോൾ ചെറിയൊരു വിഷമം. What is this? പുതിയ കോക്കോമെല്ലാം കാണാൻ പറ്റിയ പീസ്. ഇത് എന്താണ്? ഭയങ്കരം തന്നെ. സാധനം വാങ്ങി വീടെത്തി ഇത് വെച്ച് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ല. മീൻസ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് സാധനം വാങ്ങിച്ചത്. എന്തായാലും ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സൊക്കെ വരച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നൊരു റെഫറൻസ് എടുത്തിട്ട് അങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് നോക്കിയിട്ടുണ്ട്. എന്തായാലും ഐപാഡ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഐപാഡ് നിങ്ങൾക്ക് എന്തായാലും പറ്റൂട്ടാ. ഭയങ്കര അഫോർഡബിൾ ആണ്. അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ 1 ലക്ഷം ഒക്കെ ആണല്ലോ വരിക. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് ഏകദേശം 35,000 രൂപയ്ക്ക്. വില കേട്ട് പഴയ മോഡലാണോ എന്നൊന്നും വിചാരിക്കേണ്ട. 2025 ഈ ഒരു വർഷം ഇറങ്ങിയ മോഡലാണ്. സ്റ്റുഡൻസിനൊക്കെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ വേണ്ടി അങ്ങനെ ഇറക്കിയ സാധനമാണ്. അപ്പോൾ ഐപാഡൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങാൻ പറ്റും. ഇത് ഓഫ്ലൈനായിട്ട് മാത്രമല്ല ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഐപാഡിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഡ്രസ്സൊക്കെ കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും പിടികിട്ടേണ്ടതാണ് എന്താ സംഭവം. നമ്മൾ ഫോൺ എടുക്കാൻ പോകുന്ന ദിവസമാണ് ഇത്. ഫോൺ എടുക്കാൻ പോയി ഇതിൻ്റെ കഥ സ്ഥിരം പ്രേക്ഷകർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. എന്തായാലും അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇടയിൽ ഈ ഒരു ദിവസവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് വെറുതെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. അറിയാലോ, നമ്മൾ ആദ്യം ഓക്സിജനിൽ പോയി അവർ നമുക്ക് നല്ല പണി തന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെന്നൈ മൊബൈൽസും റിലയൻസും മൈജിയും പിന്നെന്താ പേരറിയാത്ത കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. ഫോൺ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനലി ചെന്നൈ മൊബൈൽസിന് ഒരു 5-6 ദിവസം അഞ്ചാറല്ല ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും സാധനം കിട്ടി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ഫോൺ എടുക്കാനായിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഫോണിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ കയറി അങ്ങോട്ട് കുറച്ച് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി ഈ ഒരു ക്ലിപ്പൊക്കെ ആഡ് ചെയ്താണ്. ഇനി അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഇന്നെങ്കിലും ഫോൺ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും. 10 ദിവസം കഴിഞ്ഞ് ഫോൺ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ദിവസത്തെ ക്ലിപ്പാണ് ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല വിഷയം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഫോണൊക്കെ കിട്ടി, പക്ഷേ അജിയുടെ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അൺബോക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് കൊണ്ട് പോയി. ആദ്യം ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അജിയും എപ്പോഴൊക്കെ പുറത്തിറങ്ങോ അന്നൊന്നും ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടാറേ ഇല്ല. അതായത് ഒരു 10 തവണ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആകെ 2-3 തവണ കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുക. ഒന്നല്ലെങ്കിൽ നല്ല വല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ തിരക്കായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ നമ്മൾ തിരക്ക് പിടിച്ച് പോയി വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അതും അല്ലെങ്കിൽ വെറൈറ്റി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന സാധനം വായി വെക്കാൻ കൊള്ളില്ല. ഇപ്രാവശ്യവും ഒരു വെറൈറ്റി ആയിക്കോട്ടെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തതാണ്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാൻ എനിക്ക് മടിയാണ്. ഇങ്ങനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കുക പോലും ഇല്ല.
ഞാൻ തൂക്കിയിടാൻ വേണ്ടിട്ട് ഹുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു. കാശ് വന്നപ്പോ എന്തൊക്കെയാ കാണണ്ട് ഞാന്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സാരിയും ഷർട്ടും എടുക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ കല്യാണിലൊക്കെ പോണ സമയത്ത് ഭയങ്കര റഷായിരിക്കും. ഇന്ന് പോയി കഴിഞ്ഞപ്പോൾ ആകെ എന്താ പറയുക 2-3 വണ്ടിയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പാലക്കാട് പുതിയ ഹൈപ്പർ മാർക്കറ്റും അതും ഇതൊക്കെ ചേർന്നൊരു കല്യാണം വന്നിട്ടുണ്ടല്ലോ, അത് വന്നതോടെ ഇവിടെ ആരും വരാറില്ല എന്ന്. പാലക്കാട് ലുലുവിന് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തടാകമാണ്. ആ പാർക്കിംഗ് ലോട്ടിലൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. ഞാനിത് ഷോർട്സ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകപ്പാടെ കുറച്ച് ബീഫ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യം ഞാൻ കയറിയത് മറ്റേ ഫാഷൻ സ്റ്റോറിലായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനെ ഇത്രയും വില കൊടുത്ത് ഇവിടെ നിന്നൊന്നും ഞാൻ സാധനമൊന്നും വാങ്ങില്ല. പക്ഷെ എന്നാലും പോയി എന്തൊക്കെ ഉണ്ടെന്ന് കണ്ട് ഒക്കെ വെച്ച് നോക്കി, അത് വല്ലാത്തൊരു മനസ്സുഖമാണല്ലോ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ പേര് അൽഷിഫ എന്നായിരുന്നു, ടീച്ചറാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെക്കാളും മുതിർന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ മീൻ ചെറിയ കുട്ടികളെ ഇഷ്ടമല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ പൊതുവേ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് പ്രായമൊക്കെ കൂടുന്ന ടൈമിലാണല്ലോ ഇങ്ങനത്തെ സാധനമൊന്നും അധികം കാണാതിരിക്കുക. പക്ഷെ ആ ഒരു പ്രായത്തിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഒരു എന്താ പറയുക സ്പെഷ്യൽ ഫീലാണല്ലോ. DC മാറലാണ് എനിക്ക് ഇഷ്ടം. അതിന്റെ പിന്നാലെ ഇവിടെയാണ് എന്റെ കണ്ണു രണ്ടും എടുത്താലോ? അപ്പൊ ആരുടെയില എന്താ നോക്കാലോ? പക്ഷെ ഇതിൽ എന്തെങ്കിലും മാർക്കിംഗ് വെക്കണം. ഇതില് സീരിയൽ നമ്പർ ഉണ്ടാവും. അല്ലല്ല, ആരുടെ കിൻഡർ ജോയിലെ ഏറ്റവും നല്ല സാധനം കിട്ടാന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ വെച്ചതാണ്. എൻ്റെ കയ്യിൽ ഫ്ലാഷ് കിട്ടി, അജിയുടെ കയ്യിൽ ബാറ്റ്മാൻ കിട്ടി. നോ തർക്കം, രണ്ടും അടിപൊളിയാണ്. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ. ഈ കാണുന്ന പില്ലോ ഉണ്ടല്ലോ, ഇതിന് എത്ര പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നറിയോ? വേറൊന്നും അല്ല, ഞാനിങ്ങനെ ബാക്കിൽ എപ്പോഴും പില്ലോ വെച്ചിട്ടാണ് ഓടിക്കാറുള്ളത്. അപ്പോൾ കുറേ പേര് ഇൻക്ലൂഡിങ് മൈ മദർ ആൻഡ് മൈ ഫാമിലി, അവരിങ്ങനെ കളിയാക്കും, അയ്യോ പില്ലോ വെച്ചില്ലേ കാലെത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി എനിക്ക് കാലെത്താത്തോണ്ടൊന്നും അല്ല, ഞാൻ ഓടിക്കുന്നത് വല്ല ട്രക്കൊന്നും അല്ലല്ലോ, സാധാ ചെറിയ വണ്ടി. കാലൊക്കെ എത്തും. സംഭവം എന്താണെന്നറിയോ? 2 കാരണങ്ങളാട്ടാ. ആദ്യത്തെ കാരണം മീൻസ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച ടൈമിൽ ബാക്കിൽ ഇതേപോലെ ഒരു കുഷൻ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലം മുതൽ ഞാൻ കുഷൻ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആയിപ്പോയി. രണ്ടാമത് ബാക്കിൽ പില്ലോ വെച്ച് കഴിയുമ്പോൾ എൻ്റെ തലയും നമ്മുടെ സീറ്റും തമ്മിൽ ഇടയിലൊരു ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ പോണിറ്റെയിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് അതങ്ങോട്ട് ഇരിക്കും. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ആ സീറ്റിൽ ഇങ്ങനെ തട്ടിയുള്ള ആ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവില്ല. അല്ലാതെ സത്യമായിട്ട് എനിക്ക് കാലെത്താത്തോണ്ട് അല്ലടാ ആ തലോണ വെക്കുന്നത്. വിഷമൊന്നും ഇല്ല, എന്നാലും ആൾക്കാർ തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ഞാനൊരു അടിപൊളി മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡെസ്കും റൂമും റൂം മേക്ക് ഓവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, കുറച്ചൊക്കെ വാങ്ങുന്നുള്ളൂ. ബാക്കിയൊക്കെ DIY ആയിട്ട് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൻ ഹോൾഡറിനല്ലേ 400 രൂപയാണ്. ഐസ്ക്രീം സ്റ്റിക്ക് ഒക്കെ വെച്ച് സുഖമായിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ഈ ഒരു ദിവസം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന 2 ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് പറയാനില്ലല്ലോ, ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഒടുക്കത്തെ സന്തോഷമാണ്. ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറേ ഫോൾ തീമിൽ വരുന്ന ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ രസം അതൊന്നും അല്ല, ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന പോലത്തെ കുറേ ഡെക്കോസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അജിയുടെ അടുത്ത് പറയുമായിരുന്നു,
ഇനിയിപ്പോൾ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ക്രിസ്മസ് മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ടൈമിൽ ഇതൊന്നും കാണില്ല. അതല്ലേലും അങ്ങനെയാണല്ലോ, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഒന്നും കിട്ടില്ലല്ലോ. ഡയറക്റ്റ് പോയിട്ട് ഒരു 50-60 അപ്പോൾ കുഴപ്പമില്ല. അവിടുന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിൽ എന്തായിരുന്നു എന്നറിയോ, ഷാജിയേട്ടാ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു അധോലോകമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഞാൻ ഇവരെക്കാളും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സിന് മൂത്തതായിരിക്കും. പക്ഷെ എനിക്ക് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈസൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇല്ലാതായി പോയി. അതൊന്നും കാര്യമില്ല, അതൊക്കെ ഓരോ ആൾക്കാരുടെ ശരീരപ്രകൃതമാണ്. ചില ആൾക്കാർക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവായിരിക്കും. അതിനിപ്പോൾ എന്താ, ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കും, ഞാൻ തന്നെ എന്നിട്ട് ഇങ്ങനെ ഉത്തരവും പറയും. ഒരു മനസ്സുഖം, സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ പ്രാന്ത്. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അടുത്ത കടയിലോട്ട് പോയി. പക്ഷേ ഇപ്രാവശ്യം ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എല്ലാ തവണയും ഇതേപോലെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഞാൻ വാരിയിടാറുണ്ട്. പക്ഷേ വീടെത്തിക്കഴിഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങുള്ളൂ. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീർത്തതിന് ശേഷം മാത്രമേ പുതിയ സാധനം വാങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ ഓൾറെഡി ഉണ്ട്. മറ്റേ കുറേ ക്രാഫ്റ്റ് ഹാർട്ട് ഷേപ്പ് തന്നെയാണോ? കറന്റ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. ഐ മീൻ എല്ലാ തവണയും നമ്മൾ ഭയങ്കര വൃത്തിക്കൊക്കെ റൂം കാണിച്ച് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും, ഓ എന്ത് രസമാണ് റൂം കാണാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഇതൊക്കെ തന്നെയാണ് റിയാലിറ്റി. ആണ് നമ്മൾ വീഡിയോയിലൊക്കെ ഞാൻ അധികം റൂമൊന്നും കാണിച്ച് വീഡിയോസ് ഒന്നും അധികം എടുക്കാറില്ലല്ലോ. ഞാൻ കുറേ ആയി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് എനിക്ക് മെൻ്റലി ഒരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നിനും ഒരു ആവേശം ഉണ്ടായിരുന്നില്ല. ഒരു 2-3 ദിവസം മുമ്പാണ് ഞാനന്ന് കംപ്ലീറ്റ്ലി ഓക്കെ ഇനി എല്ലാം കറക്റ്റായി ചെയ്യണം എന്നുള്ള ബോധോദയമൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. കുറേ ദിവസമായി ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ റൂം ക്ലീൻ ചെയ്യാം. അപ്പോൾ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. ഓക്കെ, വലിയ കാര്യത്തിൽ ഡ്രസ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് ഏകദേശം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്തു തന്നെ. അരിച്ചിട്ട് റൂം എന്ത് രസമായി എന്ത് എസ്തെറ്റിക്കാന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഈ ഒരു റൂമിൽ അപൂർവമായിട്ട് ഞാൻ കിടക്കാറുള്ളൂ. ഞാൻ എപ്പോഴും താഴത്തെ റൂമിൽ പോയിട്ടാണ് കിടക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ മെയിൻലി ക്രാഫ്റ്റിന് വേണ്ടി തന്നെയുള്ള റൂം. അതുകൊണ്ട് തന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഇടും. അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷെ എന്നാലും ആഴ്ചയിലോ ഒരിക്കലോ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു ലെവൽ തന്നെയാണ്. സാധാരണ എപ്പോഴും വല്ല വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഞാൻ റൂം ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഫുള്ള് ടൈം ലാപ്സിൽ ഇട്ടിട്ട്. അപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നെഞ്ചിൽ മൊത്തം എന്താ പറയുക സ്റ്റോറേജ് ഫില്ലാവും. വേഗം ക്ലീൻ ചെയ്യണം എന്നാലേ വീഡിയോ എടുത്ത് തീരുള്ളൂ എന്നുള്ളൊരു ഇതായി. അതുകൊണ്ട് തന്നെ ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറിലാണ് മൊത്തം സാധനവും ക്ലീൻ ചെയ്തത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മൊത്തം ക്ലീൻ ചെയ്ത് ആ വാം ലൈറ്റ് ഇട്ട് ഫാനും ഇട്ട് പാട്ട് ഇട്ട് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതെടുത്ത് പറഞ്ഞേ പറ്റൂ. എന്തായാലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിയൽ പോലത്തെ ഈ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ദിവസത്തേക്ക് നമുക്ക് പോവാം. കൊഞ്ഞിനെ മുത്താൻ പാടില്ല. ബൈ പറ. ബൈ സീ യു. ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലൊക്കെ പോകണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു സമയത്ത് എങ്ങോട്ടെങ്കിലും പോകാന്ന് പറഞ്ഞാൽ പോകാൻ പറ്റിയ ഒറ്റൊരു സ്ഥലമേ ഉള്ളൂ, ലുലു. ഈ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 തവണയാണ് ലുലുവിൽ പോണത്. ബൈ ദ ബൈ ഞാൻ ഇട്ടിട്ടുള്ള കുർത്തയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിട്ടിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് മെയിനായിട്ട് പുറത്തിറങ്ങിയത്.
അവിടെ നല്ല വലിയൊരു ക്യാൻവാസ് ബോർഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ശബ്ദം ഓർമ്മ വന്നത്. മറ്റേത് കയ്യിലുള്ള സാധനങ്ങൾ തീർക്കാതെ ഇനി പുതിയ സപ്ലൈസ് ഒന്നും വാങ്ങില്ല എന്ന്. പ്രായമൊക്കെ ഇത്ര ഉണ്ടെങ്കിലും എല്ലാ തവണയും പോയി കഴിഞ്ഞാൽ ആ കിഡ്സിന്റെ സെക്ഷനിൽ ഒരു കാര്യമില്ലാതെ ഞാൻ പോവും. ചുമ്മാ പോയതാണെങ്കിലും എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വാങ്ങി ബില്ലും അടിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മുടെ അവിയൽ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയൂ. അപ്പം എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഐ ലവ് യു. അപ്പോൾ ടേക്ക് കെയർ ഗൈസ്, ബൈ. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me